89.6 FM Sargakshetra SK Junction. സർഗക്ഷേത്ര 89.6 FM SK ജംഗ്ഷനാണ്. കൂടെയുള്ളത് ജോ ആണ്. നമ്മൾ ഇന്ന് SK ജംഗ്ഷനിൽ കേൾക്കുന്നത് നമ്മുടെ നവജാത ശിശുക്കളെക്കുറിച്ച്, അവരെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട്. അവർക്ക് ഉണ്ടാകുന്ന ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. അതായത് ഓരോ അമ്മമാർക്കും അല്ലെങ്കിൽ ഓരോ മാതാപിതാക്കൾക്കും ടെൻഷനാണ്. ഇതിപ്പം ആദ്യത്തെ കുട്ടി ആയിക്കോട്ടെ, രണ്ടാമത്തെ കുട്ടി ആയിക്കോട്ടെ. പക്ഷേ കുഞ്ഞു മക്കളെ കയ്യിലേക്ക് കിട്ടുമ്പോൾ അല്ലെങ്കിൽ അവരിലുള്ള ചെറിയ മാറ്റങ്ങളൊക്കെ കാണുമ്പോൾ ഒരു ടെൻഷനാണ്. ആ ടെൻഷനൊന്നും വേണ്ട, നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിരുന്നാൽ മാത്രം മതി. അപ്പം എന്താണ് ഒരു നിയോനറ്റോളജിസ്റ്റ്, അദ്ദേഹത്തിൻ്റെ ഇമ്പോർട്ടൻസ് എന്തുമാത്രമാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് ഇന്ന് കേട്ടറിയാം SK ജംഗ്ഷനിലൂടെ. ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനായി നമ്മുടെ കൂടെ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. വി ഹാവ് ഡോക്ടർ ലിൻസ് പോൾ, HOD ഡിപ്പാർട്ട്മെന്റ് ഓഫ് ന്യൂനറ്റോളജി ഫ്രം മിറ്ററ ഹോസ്പിറ്റൽ, തെലഗം. ഡോക്ടർ, വെൽക്കം ടു ദ ഷോ. താങ്ക് യു. ഓക്കെ ഡോക്ടർ, ഞാൻ ആദ്യമേ തന്നെ ചോദിക്കാനായിട്ടുള്ളത് ഈ ഒരു നിയോനറ്റോളജി എന്നൊരു വിഭാഗത്തിൻ്റെ ഇമ്പോർട്ടൻസ് എന്തുമാത്രമാണ്? ഇപ്പം പലർക്കും അറിയാത്തതായിട്ടുണ്ടാകും, അല്ലെങ്കിൽ സാധാരണ നമ്മുടെ ഒരു പ്രഗ്നൻസി മുതൽ കൺസൾട്ട് ചെയ്യുന്ന ഒരു ഡോക്ടറിനെ ആയിരിക്കും കുഞ്ഞ് ഉണ്ടായതിനു ശേഷം നമ്മൾ കൺസൾട്ട് ചെയ്യുന്നത്. സോ നിയോനറ്റോളജി ഡോക്ടറിനെ കാണിക്കുന്ന ഒരു ഇമ്പോർട്ടൻസ് എന്തുമാത്രമാണ് എന്നുള്ളതൊന്ന് വിശദീകരിക്കാവോ? സോ നിയോനറ്റോളജി എന്ന് ഉദ്ദേശിക്കുന്നത്, അതായത് നമ്മുടെ പീഡിയാട്രിക്സ് എന്ന് പറഞ്ഞ ഒരു വിഭാഗത്തിൻ്റെ തന്നെ ഒരു സബ് സ്പെഷ്യാലിറ്റിയാണ്. അതായത് ജനിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു 28 ഡേയ്സ് വരെയുള്ള ഒരു പീരീഡിനെയാണ് നമ്മൾ നിയോനറ്റൽ പീരീഡ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു നിയോനറ്റൽ പീരീഡിൽ ന്യൂ ബോൺസ് ഫേസ് ചെയ്യുന്ന ഇഷ്യൂസ് ഡിഫറെൻ്റ് ആണ് കമ്പയർഡ് ടു അതർ നോർമൽ ഒരു പീഡിയാട്രിക് പോപ്പുലേഷനെ കമ്പയർ ചെയ്യുമ്പോഴേക്കും. സോ അപ്പോൾ ആ ഒരു ഗ്രൂപ്പ് ഓഫ് ബേബീസ്, എസ്പെഷ്യലി മാസം തികയാതെ ഉണ്ടാകുന്ന ഒരു ഗ്രൂപ്പും കൂടി ആണെങ്കിൽ അവർക്ക് വരുന്ന ഇഷ്യൂസ് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. സോ ആ ഒരു ഗ്രൂപ്പ് ഓഫ് ചങ്ക് ഓഫ് ബേബീസ്, അതായത് ഇനീഷ്യൽ 28 ഡേയ്സിൽ നോക്കുന്ന ഒരു സ്പെഷ്യാലിറ്റിയാണ് നമ്മൾ നിയോനറ്റോളജി എന്ന് പറയുന്നത്. സോ നമുക്കൊരു നോർമൽ പീഡിയാട്രിക്സ് കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു MD പീഡിയാട്രിക്സ് കഴിഞ്ഞ ഒരു ഡോക്ടർക്ക് ചിലപ്പോൾ ഈ ഒരു ന്യൂ ബോൺ പീരീഡിൽ ഫേസ് ചെയ്യുന്ന എല്ലാ ഇഷ്യൂസും പിക്ക് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. സോ ദെയർ കംസ് ദ റോൾ ഓഫ് എ നിയോനറ്റോളജിസ്റ്റ്. ഒരു ട്രെയിൻഡ് നിയോനറ്റോളജിസ്റ്റിന് മാത്രമുള്ളൂ ഇങ്ങനെയുള്ള ബേബീസിനെ ഒരു പ്രോപ്പറായിട്ട് ടേക്ക് കെയർ ചെയ്യാനും പറ്റുള്ളൂ. ഓക്കെ ഡോക്ടർ, ആൻഡ് ഒരു കാര്യം ചോദിക്കാനായിട്ടുള്ളത്, നമ്മുടെ മിറ്ററ ഹോസ്പിറ്റലിലെ ന്യൂനറ്റോളജി വിഭാഗം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? മറ്റ് ഹോസ്പിറ്റലിൽ നിന്ന് നമ്മുടെ ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് എങ്ങനെ വ്യത്യസ്തമായി നിൽക്കുന്നു എന്നുള്ളതൊന്ന് വിശദീകരിക്കാമോ? അതായത് മിറ്ററ ഹോസ്പിറ്റലിൽ ഏറ്റവും അതിൻ്റെ ഒരു അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഇവിടെ ഉണ്ടാകുന്ന എല്ലാ ഡെലിവറീസും ഒരു പീഡിയാട്രീഷ്യൻ അല്ലെങ്കിൽ ഒരു നിയോനറ്റോളജിസ്റ്റ് ആണ് അറ്റൻഡ് ചെയ്യുന്നത്. സാധാരണ ഹോസ്പിറ്റലുകളിൽ നോർമലി ഒരു ഡ്യൂട്ടി ഡോക്ടേഴ്സൊക്കെ ആയിരിക്കും എപ്പോഴും ഒരു ഡെലിവറി അല്ലെങ്കിൽ ഒരു നൈറ്റ് ടൈമിലുള്ള ഡെലിവറീസ് അറ്റൻഡ് ചെയ്യുന്നത്. നമ്മുടെ ഇവിടുത്തെ ഒരു ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി, എല്ലാ ഡെലിവറീസ് വെദർ ഇറ്റ് ഈസ് ഡേ ടൈം ഓർ നൈറ്റ് ടൈം, ഇറ്റ് വിൽ ബി അറ്റൻഡ് ബൈ എ പീഡിയാട്രീഷ്യൻ ആൻഡ് വിൽ ബി മോണിറ്റർഡ് ബൈ എ നിയോനറ്റോളജിസ്റ്റ് 24/7. അതാണ് നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ ഒരു നിയോനറ്റോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു ഹൈലൈറ്റ് എന്നത് കമ്പയർഡ് ടു അതർ ഹോസ്പിറ്റൽസ്. ഓക്കെ ഡോക്ടർ, അപ്പോൾ എന്തായാലും നമ്മൾ മിറ്ററ ഹോസ്പിറ്റലിലെ ന്യൂനറ്റോളജി ഡിപ്പാർട്ട്മെൻറ്റ് എങ്ങനെ വ്യത്യസ്തമായി നിൽക്കുന്നു, എന്താണ് ഒരു ന്യൂനറ്റോളജിസ്റ്റിൻ്റെ ഇമ്പോർട്ടൻസ് തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ കേട്ടറിയുന്നു. സോ ഇനിയും ഒരുപാട് കാര്യങ്ങൾ കേട്ടറിയേണ്ടതായിട്ടുണ്ട്. SK ജംഗ്ഷനിലൂടെ കേൾക്കാം, അറിയാം. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM Sargakshetra SK Junction. നവജാത ശിശുക്കളുടെ ആരോഗ്യം മെച്ചപ്പെടുത്താനായിട്ട് ന്യൂനറ്റോളജി വിഭാഗത്തിന്റെ ഇമ്പോർട്ടൻസ് എന്തുമാത്രമാണ് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് SK ജംഗ്ഷനിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. വൺസ് അഗെയിൻ വെൽക്കം ടു SK ജംഗ്ഷൻ ഓൺ സർഗക്ഷേത്ര 89.6 FM. കൂടെയുള്ളത് ജോ ആണ്. നമ്മുടെ കൂടെ ഇന്നുള്ള സ്പെഷ്യൽ ഗസ്റ്റ് ഡോക്ടർ ലിൻസ് പോൾ, HOD ഡിപ്പാർട്ട്മെന്റ് ഓഫ് ന്യൂനറ്റോളജി ഫ്രം മിറ്ററ ഹോസ്പിറ്റൽ, തെലഗം. ഡോക്ടർ, നമ്മൾ ന്യൂനറ്റോളജിസ്റ്റിന്റെ ഇമ്പോർട്ടൻസ് എന്തുമാത്രമാണ് എന്നുള്ളത് നമ്മൾ കേട്ടു. നമ്മുടെ മിറ്ററ ഹോസ്പിറ്റലിന്റെ ന്യൂനറ്റോളജി വിഭാഗം എങ്ങനെ വ്യത്യസ്തമാകുന്നു, അതിലെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫാക്ടർ എന്താണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, ഇനി നമുക്ക് അറിയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ജനനത്തിന് ശേഷം കുഞ്ഞിനെ നേരിട്ട് ന്യൂനറ്റോളജിസ്റ്റ് പരിശോധിക്കുന്നതിൻ്റെ ഒരു ആവശ്യകത എന്തുമാത്രമാണ്? ഒരു ഡെലിവറി കഴിഞ്ഞിട്ടുള്ളൊരു ബേബി, അതായത് ന്യൂ ബോൺ ബേബീസിൽ പല രീതിയിലുള്ള കോംപ്ലിക്കേഷൻസ് വരും. എസ്പെഷ്യലി ശ്വാസം മുട്ടൽ, റെസ്പിറേറ്ററി ഡിസ്ട്രസ് നമ്മൾ പറയും. അപ്പോൾ അത് റെസ്പിറേറ്ററി ഡിസ്ട്രസ് ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ബേബീസിനെ നമ്മൾ പ്രോംപ്റ്റ്ലി നമ്മൾ ന്യൂ ബോൺ നിയോനറ്റൽ ICUലേക്ക് ഷിഫ്റ്റ് ചെയ്യണം. അപ്പോൾ ആ ഒരു ബേബിക്ക് എന്ത് രീതിയിലുള്ള റെസ്പിറേറ്ററി സപ്പോർട്ട് കൊടുക്കണം എന്നൊക്കെ ഒരു നിയോനറ്റോളജിസ്റ്റിന് മാത്രമേ നമുക്ക് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുള്ളൂ. ഇതൊരു മാസം തികഞ്ഞുള്ളൊരു ബേബിയുടെ കാര്യമാണ് പറഞ്ഞത്. ഇപ്പോൾ ഒരു മാസം തികയാതെ ഉണ്ടാകുന്ന ബേബീസ് ആണെങ്കിൽ അവർക്ക് ഈ ഒരുപാട് കോംപ്ലിക്കേഷൻ, അതായത് എല്ലാ അവയവങ്ങളുടെയും ഒരു മെച്യൂരിറ്റി എത്താത്തത് കൊണ്ട് തന്നെ റെസ്പിറേറ്ററി സിസ്റ്റം, നമ്മുടെ ബ്രെയിന്, ഹാർട്ട്, കിഡ്നി, പിന്നെ നമ്മുടെ കുടൽ, അങ്ങനെയുള്ള എല്ലാ അവയവങ്ങളുടെയും ഇമ്മച്യൂരിറ്റി ഒരു ഇഷ്യൂ ഉണ്ട്. അപ്പം ഒരുപാട് പ്രോബ്ലംസ് ആ ഒരു ഗ്രൂപ്പ് ഓഫ് ബേബീസ് ഫേസ് ചെയ്യും.
സോ അപ്പോൾ അത് മാനേജ് ചെയ്യാനായിട്ട് ഡെഫിനറ്റ്ലി ദർ ഹാസ് ടു ബി എ ട്രെയിൻ നിയോനറ്റോളജി. ഒരു ട്രെയിൻ നിയോനറ്റോളജിസ്റ്റിന് മാത്രമേ ഉള്ളൂ അങ്ങനെയുള്ളൊരു ബേബീസിനെ ടേക്ക് കെയർ ചെയ്യാനും അവരുടെ ഇഷ്യൂസ് ഹാൻഡിൽ ചെയ്യാനും കഴിയുള്ളൂ. ഓക്കെ ഡോക്ടർ, അപ്പോൾ അങ്ങനെ ഒരു ട്രെയിൻഡ് ഡോക്ടേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ അത് പറ്റുള്ളൂ എന്ന് പറയുന്നു. ആൻഡ് ഓൾസോ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ മിറ്റേര ഹോസ്പിറ്റലിലെ മറ്റൊരു സ്പെഷ്യാലിറ്റിയാണ് നമ്മുടെ NICU എന്ന് പറയുന്നത്. അപ്പം മിറ്റേര ഹോസ്പിറ്റലിലെ NICUവിൻ്റെ സ്പെഷ്യാലിറ്റീസ് എന്തൊക്കെയാണ്, അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് തുടങ്ങിയതെന്ന് വ്യക്തമാക്കാവോ? നമ്മുടെ ഹോസ്പിറ്റലിൽ ഒരു മാസം ഉണ്ടാകുന്ന ബേബീസ് മുതൽ മാസം തികഞ്ഞുള്ള ബേബീസിനുണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ് ഉൾപ്പെടെയുള്ള എല്ലാ ഇഷ്യൂസും നമ്മൾ സോർട്ട് ചെയ്യുന്നു. നമ്മുടെ ഹോസ്പിറ്റലിൽ ഏറ്റവും താഴത്തെ ജസ്റ്റേഷൻ, അതായത് ഏറ്റവും ലോവസ്റ്റ് ബർത്ത് വെയിറ്റ് എന്ന് പറഞ്ഞാൽ 500 grams 24 weeks നമ്മുടെ സർവൈവൽ. 24 weeks മുതലുള്ള ബേബീസിനെ നമ്മൾ ടേക്ക് കെയർ ചെയ്യുന്നുണ്ട്. നമ്മുടെ നിയോനറ്റൽ ICUവിൽ തന്നെ വെന്റിലേഷൻ, അതായത് ഒരു ഏറ്റവും അഡ്വാൻസ് വെന്റിലേഷനായ ഹൈ ഫ്രീക്വൻസി വെന്റിലേഷൻ വരെയുള്ള ഒരു സൗകര്യം നമ്മുടെ നിയോനറ്റൽ ICUവിലുണ്ട്. പിന്നെ CPAP, ഹൈ ഫ്ലോ നേസൽ കാനുല, എക്സ്ചേഞ്ച് ട്രാൻസ്ഫ്യൂഷൻ, സർഫാക്റ്റൻ തെറാപ്പി. പിന്നെ നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ ഒരു പ്രത്യേകത കമ്പയർഡ് ടു അതർ ഹോസ്പിറ്റൽസ്, നമ്മുടെ ഹോസ്പിറ്റലിൽ നമ്മുടെ ഇൻഹൗസ് ആയിട്ട് സ്കാനിങ്, അതായത് തലയുടെ സ്കാനിങ്, എക്കോ ടെസ്റ്റ് എല്ലാം ഒരു ട്രെയിൻഡ് ആയിട്ടുള്ള ഫാക്കൽറ്റി തന്നെയാണ് നമ്മൾ ഇൻഹൗസ് ആയിട്ട് ചെയ്യുന്നത്. നമ്മൾ ബേബീനെ ഒരിടത്തേക്ക് ഷിഫ്റ്റ് ചെയ്ത് ചെയ്യേണ്ട ഒരു ആവശ്യകതയില്ല. അങ്ങനെ ഒരുപാട് ഫെസിലിറ്റീസും ഉണ്ട്. പിന്നെ നമ്മൾ ഇപ്പം കരയാതെ ഉണ്ടാകുന്ന ന്യൂ ബോൺ ബേബീസിൽ നമ്മൾ കൊടുക്കുന്ന ഒരു ട്രീറ്റ്മെൻറ്റുണ്ട്, തെറാപ്യൂട്ടിക് ഹൈപ്പോതെർമിയ. ഈ ഒരു തെറാപ്യൂട്ടിക് ഹൈപ്പോതെർമിയ നമ്മുടെ കോട്ടയം ഡിസ്ട്രിക്റ്റിൽ നമ്മുടെ മിറ്റേര ഹോസ്പിറ്റൽ NICUവിൽ മാത്രമേ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. അങ്ങനെയുള്ള ഒരുപാട് ഡിഫറൻസസ് ഉണ്ട് നമ്മുടെ NICUവിൽ കമ്പയർഡ് ടു അതർ NICUs ഇൻ കോട്ടയം. ഓക്കെ, അപ്പോൾ എന്തായാലും മിറ്റേര ഹോസ്പിറ്റലിലേക്ക് നമ്മൾ ജനിച്ച ഒരു ന്യൂ ബോൺ ബേബി ആയിട്ട് വരുവാണെങ്കിൽ നമുക്ക് അത്രയും ഉറപ്പാണ് എന്നുള്ളത് ഡോക്ടറിൻ്റെ വാക്കുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. ന്യൂനറ്റോളജി വിഭാഗത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഈ ഒരു ഏരിയയെക്കുറിച്ച്, അതും മിറ്റേര ഹോസ്പിറ്റൽ എങ്ങനെ വ്യത്യസ്തമായി നിൽക്കുന്നു തുടങ്ങിയ കാര്യങ്ങളാണ് SK ജംഗ്ഷനിൽ നമ്മൾ ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കേട്ടറിയേണ്ടതായിട്ടുണ്ട്. ഒരുപാട് പേരുടെ മനസ്സിലിപ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ ഉയർന്നിട്ടുണ്ടായിരിക്കും. ആ ചോദ്യങ്ങളൊക്കെ ഞാനിപ്പം പരമാവധി ചോദിക്കുന്നതാണ്. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കൂടെയുള്ളത് ജോ ആണ്. 89.6 FM സർഗക്ഷേത്ര. SK Junction. സർഗക്ഷേത്ര 89.6 FM-ൽ SK ജംഗ്ഷൻ ആണ്. കൂടെയുള്ളത് ജോ ആണ്. നമ്മൾ ഇന്ന് മിറ്റേര ഹോസ്പിറ്റലിലെ NICUവിനെ കുറിച്ചും അല്ലെങ്കിൽ അവിടുത്തെ ന്യൂനറ്റോളജി ഡിപ്പാർട്ട്മെന്റ് എങ്ങനെ വ്യത്യസ്തമായി നിൽക്കുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കൂടെ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. വി ഹാവ് ഡോക്ടർ ലിൻസ് പോൾ, HOD ഡിപ്പാർട്ട്മെന്റ് ഓഫ് ന്യൂനറ്റോളജി ഫ്രം മിറ്റേര ഹോസ്പിറ്റൽ തലകം. ഡോക്ടർ മുമ്പേ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, തെറാപ്യൂട്ടിക് ഹൈപ്പോതെർമിയ എന്നുള്ളത് നമ്മുടെ മിറ്റേര ഹോസ്പിറ്റലിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ഫീച്ചർ ആണ് എന്നെടുത്ത് പറഞ്ഞിരുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഇപ്പം മാതാപിതാക്കൾക്കായുള്ളവർ അല്ലെങ്കിൽ ഇപ്പോൾ എക്സ്പെക്ട് ചെയ്യുന്നവരുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഇപ്പം പ്രഗ്നൻ്റ് ആയ ലേഡീസ് ഉണ്ടായിരിക്കും, പേരൻസ്. അപ്പം അവർക്കൊക്കെ ഒരു സംശയം എന്താണെന്ന് വെച്ചാൽ, ഒരു അറിയേണ്ട ഒരു കാര്യം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, പ്രീടൈം ബേബികൾക്ക് മിറ്റേരയിൽ നിന്ന് ലഭിക്കുന്ന ഒരു ചികിത്സ എങ്ങനെയാണ് വ്യത്യസ്തമായി നിൽക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊന്ന് വിശദീകരിക്കാമോ? പ്രീടൈം ബേബീസിന് ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഹോസ്പിറ്റലിൽ 24 weeks മുതലുള്ള എല്ലാ പ്രീടൈം ബേബീസിനും ഏത് രീതിയിലുള്ള ഹൈ റിസ്ക് ആയിട്ടുള്ള പ്രീടൈം ബേബീസിനെ നമ്മൾ ടേക്കപ്പ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഹോസ്പിറ്റലിൽ അതായത് ഔട്ട്സൈഡിൽ നിന്ന് റെഫേർഡ് ആയിട്ട് മദേഴ്സ് ഇവിടെ വന്ന് ഡെലിവറി ചെയ്യാറുണ്ട്. ഈവൻ ഡെലിവറി കഴിഞ്ഞിട്ട് ബേബീസിനെ നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാറുണ്ട്. സോ പ്രീടൈം ബേബീസിൽ നമ്മൾ ഇപ്പോൾ ഒരു കൺവെൻഷണൽ ആയിട്ടുള്ള കുറച്ച് ട്രീറ്റ്മെൻ്റ് ഉണ്ട് ഇപ്പോൾ എല്ലാ ഹോസ്പിറ്റലുകളിലും. അതായത് CPAP, അങ്ങനെയുള്ള കുറച്ച് നോർമലായിട്ടുള്ള യൂഷ്വൽ മെത്തേഡ്സ് ഉണ്ട്. ഇപ്പം നമ്മുടെ ഇവിടെ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുറച്ച് ഫെസിലിറ്റീസാണ്. നമ്മൾ കൂടുതലും ഒരു നോൺ ഇൻവേസീവ് വെന്റിലേഷനെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ഹോസ്പിറ്റലാണ്. പിന്നെ സർഫാക്റ്റൻ തെറാപ്പിയിൽ തന്നെ ഏറ്റവും മോഡേൺ ആയിട്ടുള്ള ലിസ എന്ന് പറഞ്ഞുള്ളൊരു ടെക്നിക്ക് വഴിയാണ് നമ്മൾ സർഫാക്റ്റൻ്റ് ഇവിടുത്തെ നമ്മളെ മിറ്റേരയിലെ ന്യൂ ബോൺ ബേബീസിൽ അഡ്മിനിസ്റ്റർ ചെയ്യുന്നത്. പിന്നെ അതുമാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവർക്ക് ഒരു ന്യൂ ബോൺ ബേബീസിൽ മെറ്റീരിയൽ ഇപ്പോഴൊരു 1:1 ഹോളിസ്റ്റിക് കെയർ ആണ്. നമ്മൾ 1:1 നഴ്സ് ടു പേഷ്യൻ്റ് റേഷ്യോയിലാണ്. സോ അപ്പോൾ 1 nurse വിൽ ബി ടേക്കിംഗ് കെയർ ഓഫ് ദാറ്റ് പ്രീടേം എക്സ്ക്ലൂസീവ്ലി. സോ അപ്പോൾ അത് ദാറ്റ് മേക്സ് എ റിയൽ ഡിഫറൻസ്. അതായത് മറ്റൊരു ബേബീസുമായിട്ട് ആ ഒരു സ്റ്റാഫിന് കോണ്ടാക്ട് വരാത്തത് കൊണ്ട് തന്നെ ഒരു ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഒരു സെപ്സിസ് റിസ്ക് കമ്പയർഡ് ടു അതർ ഹോസ്പിറ്റൽസ് മെറ്റീരിയൽ വളരെ കുറവാണ് ഒരു പ്രീടൈം ബേബീസിൽ. ഇപ്പം നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കുകയാണെങ്കിൽ തന്നെ മെറ്റീരിയൽ ഒരു 28 weeks എബവ് ഉള്ള എല്ലാ ബേബീസും ഇതുവരെ 100% 100% സർവൈവലാണ്. ഒരു 24 to 28 weeks മോർ ദാൻ 80% സർവൈവലാണ് നമ്മുടെ ഹോസ്പിറ്റലിൽ. ഇതാണ് നമ്മുടെ ഇതുവരെയുള്ള ഹോസ്പിറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സ്. പിന്നെ പറയുകയാണെങ്കിൽ തെറാപ്യൂട്ടിക് ഹൈപ്പോതെർമിയ മുമ്പേ ചോദിച്ച ഒരു കാര്യം ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ട് പറയാം. അതായത്
ഈ പല ബേബീസ് മാസം തികഞ്ഞുള്ള ബേബീസ് ഉണ്ടായിട്ട് അവർ കരയാതിരിക്കുന്നൊരവസ്ഥയുണ്ട്. അപ്പം കരയുക എന്നുള്ളൊരു ന്യൂ ബോൺ ബേബിയുടെ ഒരു ഫസ്റ്റ് റിഫ്ലെക്സ് ആണ്. അവരുടെ ബ്രെയിനിലേക്ക് എല്ലാ ഓർഗൻസിലേക്കും ഓക്സിജൻ ചെല്ലുന്നൊരു റിഫ്ലെക്സ് ആണ്. സോ അപ്പോൾ ആ ഒരു കരയാതിരിക്കുന്നത് കൊണ്ട് ബ്രെയിനിലെ കോശങ്ങൾക്ക് ഒരുപാട് ഡാമേജ് വരും. അപ്പം തൽഫലമായിട്ട് മുന്നോട്ടൊരു സെറിബ്രൽ പാൽസി അല്ലെങ്കിൽ ബുദ്ധിമാന്ദ്യം വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. സോ അപ്പോൾ ആ ഒരു ടേം ഗ്രൂപ്പ് ഓഫ് ബേബീസിൽ നമുക്ക് കൊടുക്കാവുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ് തെറാപ്യൂട്ടിക് ഹൈപ്പോതെർമിയ. അതിനെ ഉദ്ദേശിക്കുന്നത് നമ്മൾ ആ ഒരു ന്യൂ ബോൺ ബേബിയെ ഒരു നോർമൽ ന്യൂ ബോൺ ടെമ്പറേച്ചർ 37.5. അപ്പോൾ ഈ ഒരു ഗ്രൂപ്പ് ഓഫ് ബേബീസിൽ നമ്മളൊരു 33.5 ഡിഗ്രി എന്നുള്ളൊരു കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറിൽ 72 hours കീപ്പ് ചെയ്യുക. സോ ദാറ്റ് നമുക്ക് അവർക്ക് ഭാവിയിൽ വരാൻ സാധ്യതയുള്ള ആ ഒരു വൈകല്യങ്ങൾ അല്ലെങ്കിൽ ഒരു ബ്രെയിൻ ഡാമേജ് വളരെ നന്നായി തന്നെ കുറയും. നമ്മളിപ്പോൾ ഇവിടെ ഹോസ്പിറ്റലിൽ തന്നെ അറൗണ്ട് ഒരു 16 ബേബീസിന് നമ്മൾ തെറാപ്യൂട്ടിക് ഹൈപ്പോതെർമിയ കൊടുത്തു, ബോത്ത് ഇൻബോൺ ആസ് വെൽ ആസ് റെഫേർഡ് ബേബീസ്. ഇതുവരെ എല്ലാ ബേബീസും റീസണബിളി നല്ല ന്യൂറോളജിക്കൽ ഔട്ട്കമാണ്. ആർക്കും തന്നെ ഒരു സെറിബ്രൽ പാൽസിയോ അല്ലെങ്കിൽ ഒരു ഡെഫിസിറ്റോ ഇതുവരെ ഉണ്ടായിട്ടില്ല. അത് നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ ഒരു വലിയൊരു ഡിഫറൻസ് ആണ് കമ്പയർഡ് ടു അതർ ഹോസ്പിറ്റൽ. ഓക്കെ ഡോക്ടർ, അപ്പോൾ എങ്ങനെയാണ് നിയോനറ്റോളജി വിഭാഗം മിറ്റേറ ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കുന്നത്, എത്രമാത്രം പവർഫുൾ ആയിട്ടുള്ള ഒരു ടീമാണ് തുടങ്ങിയത് ഡോക്ടർ വ്യക്തമാക്കി. ഇനി ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ എന്തുകൊണ്ട് മിറ്റേറ ഹോസ്പിറ്റലിലെ നിയോനറ്റോളജി വിഭാഗം വ്യത്യസ്തമായി നിൽക്കുന്നു, ഇമ്പോർട്ടൻ്റ് ആണ്, അതിന് ഇത്രമാത്രം ഫീച്ചേഴ്സ് എന്ത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് അപ്പോൾ സംശയം വന്നിട്ടുണ്ടായിരിക്കും. ആ സംശയങ്ങൾക്കൊക്കെ ഉത്തരം നമ്മൾക്ക് ലഭിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഇനിയും ചില കാര്യങ്ങൾ ചോദിച്ചറിയേണ്ടതായിട്ടുണ്ട്. അതൊക്കെ കേൾക്കാം പാട്ടുകൾക്ക് ശേഷം SK ജംഗ്ഷനിലൂടെ. 89.6 FM സർഗക്ഷേത്ര. SK Junction. സർഗക്ഷേത്ര 89.6 FM-ൽ SK ജംഗ്ഷനാണ്. കൂടെയുള്ളത് ജോ ആണ്. നമ്മൾ ഇന്ന് നിയോനറ്റോളജി എന്നൊരു വിഭാഗത്തെക്കുറിച്ച് നമ്മൾ കേട്ടറിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഒരുപാട് പേരൻസിന് ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് എത്രമാത്രം ഹെൽപ്ഫുൾ ആണ് എന്നുള്ളത് അറിയാം. അവിടെ എന്തൊക്കെയാണ് പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ അവർ നമുക്ക് നൽകുന്ന ഹെൽപ്സ് എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. സോ എങ്ങനെയാണ് മിറ്റേറ ഹോസ്പിറ്റലിലെ നിയോനറ്റോളജി വിഭാഗം വ്യത്യസ്തമായി നിൽക്കുന്നത് എന്നുള്ളത് നമ്മൾ ഇന്ന് കേട്ടറിയുന്നു SK ജംഗ്ഷനിലൂടെ. നമ്മുടെ കൂടെ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്, ഡോക്ടർ ലിൻസ് പോൾ, HOD ഡിപ്പാർട്ട്മെന്റ് ഓഫ് ന്യൂനറ്റോളജി ഫ്രം മിറ്റേറ ഹോസ്പിറ്റൽ തെലകം. ഡോക്ടർ, നമുക്കറിയാം ഇപ്പം മിറ്റേറ എന്ന് പറയുന്നത് തന്നെ ഒരു മദർ എന്നുള്ളൊരു ഗ്രീക്ക് വേർഡിൽ നിന്ന് ഡിറൈവ് ചെയ്ത് വന്നതാണ്. ഇപ്പം നമുക്ക് ഒരുപാട് ഡിപ്പാർട്ട്മെന്റ്സ് നമ്മുടെ മിറ്റേറ ഹോസ്പിറ്റലിലുണ്ട്. സോ എന്നിരുന്നാലും ഈ ഒരു അമ്മ കുഞ്ഞ് ആ ഒരു കണക്ഷൻ എപ്പോഴും മിറ്റേറ ഹോസ്പിറ്റലിനോട് നമുക്കുണ്ട്. സോ ഇവിടെ വരുമ്പോൾ ഒരു പ്രതീക്ഷ, നമുക്ക് ഭയങ്കര ഒരു കെയർ കിട്ടും, ഒരു 100% നമുക്കൊരു ബലമാണ്. സോ ഇവിടെ ഇപ്പം ഡെലിവറി കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു അമ്മയ്ക്കും കുഞ്ഞിനും 24 മണിക്കൂറിനുള്ളിൽ എന്തൊക്കെ കെയർ ആണ് ഇവിടെ ലഭിക്കുന്നത് എന്നുള്ളത് പലരുടെയും ഉള്ളിൽ ഇപ്പം സംശയം ഉണ്ടായിരിക്കും. സോ അതിനെന്താണ് ഡോക്ടറിന് പറയാനായിട്ടുള്ളത്? ഇപ്പോൾ ഒരു ഡെലിവറി ടൈം തന്നെ ഏറ്റവും ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഹസ്ബൻഡ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ഡെലിവറി സ്യൂട്ട് എന്നുള്ളതാണ്. അതായത് എപ്പോഴും ഒരു ഡെലിവറിക്ക് വരുമ്പോൾ ഒരു അമ്മയ്ക്ക് എപ്പോഴും ഹസ്ബൻഡ് കൂടെ ഉള്ളത് വലിയൊരു ഒരു കംഫർട്ടാണ്, ബോത്ത് എല്ലാ രീതിയിലും. അത് മെൻ്റൽ കംഫർട്ട് ഭയങ്കരമാണ്. സോ ഐ തിങ്ക് മോസ്റ്റ് അട്രാക്ഷൻ നമ്മുടെ ഹോസ്പിറ്റലിൽ ഈസ് ദിസ് ഹസ്ബൻഡ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഡെലിവറി. ആൻഡ് ദ സെക്കൻഡ് തിങ് ഈസ് റിഗാർഡിങ് ദ പെയിൻലെസ് ഡെലിവറി, എസ്പെഷ്യലി മദേഴ്സിന് ഒരു ഡെലിവറി ടൈമിൽ തന്നെ പെയിൻ ഇല്ലാതുള്ളൊരു ഡെലിവറി ഐ തിങ്ക് നമ്മുടെ ഹോസ്പിറ്റലിൽ വേറൊരു ഹൈലൈറ്റ് ഉണ്ട്. ദിസ് ആക്ച്വലി ഫ്രം ദ മദേഴ്സ് സൈഡ്. പിന്നെ ഡെലിവറി കഴിഞ്ഞിട്ട് നമ്മുടെ ഒരു എല്ലാ ബേബീസിലെയും നമ്മൾ ഡെലിവറി കഴിഞ്ഞ് വിത്തിൻ ഒരു ½ an hour തന്നെ നമ്മൾ ഡയറക്റ്റ് ബ്രസ്റ്റ് ഫീഡിങ്, അതായത് ബ്രസ്റ്റ് ഫീഡിങ് സ്റ്റാർട്ട് ചെയ്യും. സോ ദാറ്റ് നമുക്ക് മദറിന് ബേബിയായിട്ടുള്ള ബോണ്ടിങ് ഇച്ചിരി ഒന്ന് ബെറ്റർ ആയിരിക്കും. എസ്പെഷ്യലി ഇപ്പോൾ ഒരു സിസേറിയൻ സെക്ഷൻ കഴിഞ്ഞ ബേബീസ് ആണെങ്കിൽ പോലും ഈവൻ വിത്തിൻ 1 hour നമ്മൾ അവരുടെ ഫീഡിങ് എൻഷുർ ചെയ്യും. അത് നമ്മളെ എനിക്ക് തോന്നുന്നത് എല്ലാ ഹോസ്പിറ്റലിലും അത് ഉണ്ടോയെന്ന് തന്നെ നമുക്കൊരു ഡൗട്ടുണ്ട്. പിന്നെ നമ്മൾ ഒരിക്കലും ഒരു ഇഷ്യൂസ് ഒന്നും ഇല്ലാത്തൊരു ബേബിയാണ് ഒരിക്കലും നമ്മൾ മദർ സൈഡിൽ നമ്മൾ സെപ്പറേറ്റ് ഇല്ല. വി വിൽ കീപ് ദ ബേബി വിത്ത് ദ മദർ ഒള്ളി. നമ്മളതിനെ മെഡിക്കൽ ടേംസിൽ റൂമിങ് എന്ന് പറയും. പിന്നെ എല്ലാ ഹോസ്പിറ്റലിലെയും പോലെ തന്നെ നമ്മളൊരു ന്യൂ ബോൺ ബേബി ഇവിടെ ഡെലിവറി ആയതാൽ നമുക്ക് കുറച്ച് ചെക്ക് ലിസ്റ്റുകളുണ്ട് ബേബി ഡിസ്ചാർജ് ചെയ്യുന്നതിന് മുമ്പ്. ഫോർ എക്സാമ്പിൾ വാക്സിനേഷൻ, BCG, OPV, ഹെപ്പറ്റൈറ്റിസ് B, അങ്ങനെ 3 വാക്സിൻസ് ഇനീഷ്യലി ബിഫോർ ഡിസ്ചാർജ് കൊടുക്കും. പിന്നെ ഈ ബേബീസിൽ ന്യൂ ബോൺ സ്ക്രീനിങ്, കുറച്ച് ബ്ലഡ് ടെസ്റ്റുകളുണ്ട്, പിന്നെ ഹിയറിംഗ് സ്ക്രീനിങ്, തൈറോയിഡ് സ്ക്രീനിങ്, ഇങ്ങനെയുള്ള ഒരു ചെക്ക് ലിസ്റ്റ് കഴിഞ്ഞിട്ടേ ഉള്ളൂ നമ്മളിങ്ങനെയുള്ള ബേബീസിനെ നമ്മൾ ഡിസ്ചാർജ് ചെയ്യുള്ളൂ. പിന്നെ ഏറ്റവും ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ്പെഷ്യലി ഈ ന്യൂ ബോൺ ആയിട്ടുള്ള മദേഴ്സ് ഫേസ് ചെയ്യുന്ന ഒരു മെയിൻ ഇഷ്യൂ ഫീഡിങ് ആണ്. സോ അപ്പോൾ ഇനീഷ്യലി അവർക്ക് ഡെഫിനറ്റ്ലി ബ്രസ്റ്റ് മിൽക്ക് ഔട്ട്പുട്ട് വളരെ കുറവായിരിക്കും. സോ അപ്പോൾ അവരെ ഫീഡിങ്ങിന് എപ്പോഴും ഒരു ഹെൽപ്പ് വേണം. എപ്പോഴും ഗ്രാൻഡ് പേരൻസിന് അത്ര ഈസി ആയിരിക്കില്ല. ബട്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ഹോസ്പിറ്റലിൽ ഏറ്റവും എനിക്കൊരു ഹൈലൈറ്റ് ആയിട്ട് ഫീൽ ചെയ്ത് നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ സ്റ്റാഫ്സിൻ്റെ ഒരു പ്രത്യേകതയാണ്. ദേ വിൽ ബി വിത്ത് ദ മദർ 24/7. എന്തൊക്കെ കൺസേൺസ് ഉണ്ടെങ്കിലും അവർ അഡ്രസ്സ് ചെയ്യും. എനിക്ക് തോന്നുന്നത് പല നോർമൽ ഡെലിവറി കഴിയുന്ന എല്ലാ മദേഴ്സും
ഈവൻ ഡോക്ടേഴ്സിനെക്കാട്ടിലും കൂടെ എപ്പോഴും അവർ ക്ലോസ് ആയിട്ടുള്ളത് അവിടെ ടേക്ക് കെയർ ചെയ്ത സ്റ്റാഫിനോടാണ്. സോ സ്റ്റാഫും പേഷ്യൻസുമായിട്ടുള്ളൊരു ഒരു ബോണ്ട് ഐ തിങ്ക് ഞാൻ പല ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തതിൽ എനിക്ക് ഇവിടെ അത് ഒരു ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. സോ ദീസ് ആർ സം ഓഫ് അവർ അട്രാക്ഷൻസ്. ഇപ്പം ഡോക്ടർ അത് പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുന്നത്, ഇതിന് മുന്നേ നമുക്ക് ഒരു ഡോക്ടർ വന്നിട്ടുണ്ട്, എനിക്കൊന്ന് മദേഴ്സും സ്റ്റാഫും ചേർന്നിട്ടുള്ള ഒരു ഗ്രൂപ്പൊക്കെ ഉണ്ട്, അങ്ങനെ അവർ തമ്മിൽ പിന്നീട് ഒരു ജോയിനിങ് സെഷനൊക്കെ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളൊരു കാര്യം. അപ്പം പെട്ടെന്ന് ആ ഒരു കാര്യം ഓർമ്മ വന്നു. അപ്പോൾ ഇതാണ് മിച്ചേര ഹോസ്പിറ്റൽ എന്ന് തെളിയിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കേൾക്കണം. സോ നമ്മൾ ഇന്ന് SK ജംഗ്ഷനിലൂടെ കേൾക്കുന്നത് ന്യൂറോളജി ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ചാണ്. സോ കേൾക്കാം, അറിയാം SK ജംഗ്ഷനിലൂടെ. കൂടെയുള്ളത് ജോ ആണ്. ദിസ് ഈസ് സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. SK Junction. സർഗക്ഷേത്ര 89.6 FM SK ജംഗ്ഷനാണ്. ഒരു സിനിമയിൽ ഒരു ഡയലോഗ് ഉണ്ട്, ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ഒരു പുതിയൊരു അച്ഛനും ഒരു അമ്മയും കൂടെ ജനിക്കുകയാണ്. അപ്പം ആ ഒരു സമയത്ത് ഒരുപാട് ടെൻഷൻസ് ഉണ്ടായിരിക്കും. ലൈക്ക് ഇപ്പം അമ്മയുടെ സൈഡിൽ നിന്നുള്ള പേരൻസ് ആയിക്കോട്ടെ, അച്ഛൻ്റെ സൈഡിൽ നിന്നുള്ള പേരൻസ് ആയിക്കോട്ടെ, കുഞ്ഞിനെ അങ്ങനെ ചെയ്യണം, കുഞ്ഞിനെ ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ഒരുപാട് പേര് പല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. സോ മാതാപിതാക്കൾക്ക് ഈ ഒരു സമയത്ത് ഭയങ്കര ഡൗട്ടാണ്. ഈവൻ അവരുടെ ആദ്യത്തെ കുഞ്ഞാണെങ്കിലും രണ്ടാമത്തെ കുഞ്ഞാണെങ്കിലും ഞങ്ങൾക്ക് ഇത് എക്സ്പീരിയൻസ് ഉണ്ട് എന്ന് പറഞ്ഞെങ്കിൽ പോലും പലരുടെ അഭിപ്രായമുണ്ട്. അപ്പോൾ ആ അഭിപ്രായങ്ങളൊക്കെ നമ്മൾ മാനിച്ചുകൊണ്ട് തന്നെ പക്ഷെ നമ്മൾ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. സോ എന്തായാലും ഈ ഒരു നവജാത ശിശുക്കളുടെ എന്ത് തരത്തിലുള്ള ഒരു പ്രശ്നമായിക്കോട്ടെ, അല്ലെങ്കിൽ അവർക്കുണ്ടാകുന്ന എന്ത് തരത്തിലുള്ള ഒരു സംശയമായിക്കോട്ടെ, അതിനൊക്കെ നമുക്ക് കൺസൾട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വിഭാഗം തന്നെയാണ് ന്യൂറോളജി ഡിപ്പാർട്ട്മെൻറ്റ്. ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ച് നമ്മൾ കൂടുതൽ കാര്യങ്ങൾ കേട്ടറിയുകയാണ് ഇന്നത്തെ SK ജംഗ്ഷനിലൂടെ. പക്ഷേ നമ്മൾ ഇന്ന് കേൾക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ കാര്യങ്ങൾ അറിയുന്നത് ഡോക്ടർ ലിൻസ് പോളിൽ നിന്നാണ്. ലിൻസ് പോൾ, HOD ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ന്യൂറോളജി ഫ്രം മിച്ചേര ഹോസ്പിറ്റൽ, തിലകം. ഡോക്ടർ, എനിക്ക് ചോദിക്കാനായിട്ടുള്ള മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് അമ്മയ്ക്ക് ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ കുഞ്ഞുങ്ങളെ എത്രമാത്രം അഫക്റ്റ് ചെയ്യുന്നുണ്ട്. സോ അതിൽ നിന്ന് നമുക്കൊന്ന് രക്ഷപ്പെടാനായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടത്, അല്ലെങ്കിൽ ഈ ഒരു അമ്മ ശ്രദ്ധിക്കേണ്ടത്, പ്രഗ്നന്റ് ലേഡീസ് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്? സോ ഇപ്പോൾ ഒരു പ്രഗ്നൻറ്റ് ലേഡിക്ക് ഒരുപാട് ഇഷ്യൂസ് വരാം ആ ഒരു ആൻറ്റിനേറ്റൽ പീരീഡിൽ. ഫോർ എക്സാമ്പിൾ, ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഇസ് ന്യൂട്രീഷൻ. ഒരു മദറിൻ്റെ ഒരു ന്യൂട്രീഷൻ പ്രോപ്പർ അല്ലെങ്കിൽ ഡെലിവറി ചെയ്യുന്ന ബേബിയും അത് പറഞ്ഞ പോലെ തന്നെ ന്യൂട്രീഷണലി ഇമ്പയർഡ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, ലോ ബർത്ത് വെയിറ്റ് അല്ലെങ്കിൽ ഒരു പ്രീ ടൈം ഡെലിവറിക്കൊക്കെ സാധ്യത വളരെ കൂടുതലാണ് മാറ്റേണൽ ന്യൂട്രീഷൻ ഇമ്പയർഡ് ആണെങ്കിൽ. അതുപോലെ തന്നെ ആ ഒരു ആൻറ്റിനേറ്റൽ പീരീഡിൽ അമ്മയ്ക്കുണ്ടാകുന്ന അസുഖങ്ങൾ, ഫോർ എക്സാമ്പിൾ ഡയബറ്റിസ്, ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഹൈപ്പർ ടെൻഷൻ. അതായത് പ്രഗ്നൻസി ടൈമിൽ ഹൈപ്പർ ടെൻഷനുള്ള മദേഴ്സ് ആണെങ്കിൽ അവർക്കുണ്ടാകുന്ന കുട്ടികളിൽ ഇപ്പം വെയിറ്റ് കുറവായിരിക്കുന്ന അവസ്ഥ, ലോ ബർത്ത് വെയിറ്റ്, അല്ലെങ്കിൽ പ്രീ ടൈം ഡെലിവറി, മാസം തികയാതെ ഉണ്ടാകുക, പിന്നെ അത് കഴിഞ്ഞ് ലോ ബർത്ത് വെയ്റ്റിൻ്റെതായ ഒരുപാട് കോംപ്ലിക്കേഷൻസ് പിന്നെയും വരും. അതായത് ലോ ബർത്ത് വെയിറ്റ് ആയിട്ടുള്ള ബേബീസിൽ ഷുഗർ താഴുക, അവരുടെ കാൽഷ്യം ലെവൽ കുറയുക, പിന്നെ ഹീമോഗ്ലോബിൻ്റെ അളവ് ക്രമാതീതമായി കൂടുക, അങ്ങനെ ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഈ ലോ ബർത്ത് വെയിറ്റ് ആയിട്ടുള്ള ബേബീസിൽ, എസ്പെഷ്യലി ഈ ഹൈപ്പർ ടെൻഷനുള്ള മദേഴ്സിലുള്ള ബേബീസിൽ വരാൻ സാധ്യതയുണ്ട്. പിന്നുള്ളൊരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ മദറിനുണ്ടാകുന്ന ഡയബറ്റീസ്. അതും ഇതുപോലെ തന്നെ ഉണ്ടാകുന്ന ബേബിക്ക് ഈ പറഞ്ഞ പോലെ ക്രമാതീതമായി തൂക്കം ഉണ്ടാവാം. ഈവൻ ഡയബറ്റീസ് ചില സിറ്റുവേഷനിൽ ഈവൻ വെയിറ്റ് ക്രമാതീതമായി കുറയുന്ന ഒരു സിറ്റുവേഷൻ ആവാം. സോ ഇപ്പോൾ ഈ രണ്ട് കേസിലും അതിൻ്റേതായ ബേബീസിൽ ഒരുപാട് കോംപ്ലിക്കേഷൻസ് വരാനുള്ള സാധ്യതയുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഈ രണ്ട് ഡയബറ്റീസും ഹൈപ്പർ ടെൻഷനും ഉള്ള മദേഴ്സാണെങ്കിൽ പ്രോപ്പറായിട്ട് ആൻറ്റിനേറ്റൽ കെയറും പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുത്ത് അവരുടെ പ്രഷറും ആസ് വെൽ ആസ് ഷുഗർ ഷുഡ് ബി ഇൻ കൺട്രോൾ. സോ ദാറ്റ് ആ ഒരു പ്രഗ്നൻസി എപ്പോഴും സ്മൂത്ത് ആയിരിക്കും. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയ്ക്കുള്ള അനീമിയ, ഫോർ എക്സാമ്പിൾ മെറ്റേണൽ അനീമിയ ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ പ്രീ ടൈം ഡെലിവറി ഒക്കെയുള്ള സാധ്യതകൾ കൂടുതലാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ മദറിന് എന്തെങ്കിലും ഇൻഫെക്ഷൻ, ഫോർ എക്സാമ്പിൾ യൂറിനറി ഇൻഫെക്ഷൻ, അല്ലെങ്കിൽ ഗർഭാവസ്ഥയിൽ തന്നെ ഈ എന്താ പറയുക നമ്മുടെ ഈ കോറിയോഅമ്നിയോണിറ്റിസം, അതായത് നമ്മുടെ പ്ലാസൻ്റയിൽ ഉള്ളിലുള്ള ഒരു ഇൻഫെക്ഷൻ വരുന്ന, അത് മറുപിള്ളയിൽ വരുന്നൊരു ഇൻഫെക്ഷനാണ്, അതിന് പറയുന്ന പേരാണ് കോറിയോഅമ്നിയോണിറ്റിസ്. സോ അപ്പോൾ അതുകൊണ്ട് തന്നെ ബേബിക്ക് ജനിച്ചുണ്ടാകുന്ന ബേബിക്ക് ഈ പറഞ്ഞതുപോലെ ബ്ലഡിൽ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ മെനിഞ്ചൈറ്റിസ് അങ്ങനെയുള്ള സിറ്റുവേഷൻ വരികയും ഈവൻ നമുക്ക് ബേബിയെ നഷ്ടപ്പെടുന്ന സിറ്റുവേഷൻ പലപ്പോഴും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സോ അപ്പോൾ അങ്ങനെ അതുകൊണ്ട് തന്നെ ഇപ്പം മദറിന് ആൻറ്റിനേറ്റലി ഉണ്ടാകുന്ന എല്ലാ കോംപ്ലിക്കേഷൻസും ബേബിയെ ഡെഫിനറ്റ്ലി ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി ഇറ്റ് വിൽ ബി അഫക്റ്റിംഗ് ദ ബേബി. സോ അതുകൊണ്ട് തന്നെയാണ് ഒരു ആൻറ്റിനേറ്റൽ മദറിന് പ്രോപ്പറായിട്ട് ഒരു മോണിറ്റർ ട്രീറ്റ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യേണ്ടതിന് ഇമ്പോർട്ടൻസ്.
അമ്മയ്ക്ക് ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ എന്താണ് എന്നുള്ളത് നമ്മളിപ്പോൾ മനസ്സിലാക്കി. അതുപോലെ തന്നെ ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കേൾക്കണം. സോ നമ്മൾ ഇന്ന് SK ജംഗ്ഷനിലൂടെ കേൾക്കുന്നത് ന്യൂറോളജി ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ചാണ്. സോ കേൾക്കാം, അറിയാം SK ജംഗ്ഷനിലൂടെ. കൂടെയുള്ളത് ജോ ആണ്. ദിസ് ഈസ് സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. SK Junction. സർഗക്ഷേത്ര 89.6 FM SK ജംഗ്ഷനാണ്. കൂടെയുള്ളത് ജോ ആണ്. ഒരു ബേബി ഉണ്ടാകുന്നത് എല്ലാവർക്കും ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ടെൻഷനുള്ള ഒരു കാര്യമാണ്. അയ്യോ, അവർക്ക് ഇന്നത് പറ്റുമോ, ഇന്ന കാര്യങ്ങൾ അവർക്ക് ഓക്കെ ആണോ, ഇന്ന തുണി അവർക്ക് ഓക്കെ ആണോ, അങ്ങനെ ഒരുപാട് ടെൻഷനുണ്ട്. ഭയങ്കര സെക്യൂർഡ് ആയിട്ടായിരിക്കും നമ്മൾ അവരെ കൊണ്ട് നടക്കുന്നതും ഒക്കെ. അപ്പം അക്കൂട്ടത്തിൽ തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്ന് കേട്ടറിഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് നമ്മുടെ ഇന്നത്തെ SK ജംഗ്ഷനിലൂടെ. കൂടെയുള്ളത് ഡോക്ടർ ലിൻസ് പോൾ, HOD ഡിപ്പാർട്ട്മെന്റ് ഓഫ് ന്യൂറോളജി ഫ്രം മിറ്റർ ഹോസ്പിറ്റൽ, തിലകം. ഡോക്ടർ, നമ്മൾ കുഞ്ഞുങ്ങളെക്കുറിച്ച്, നവജാത ശിശുക്കളെക്കുറിച്ച്, ന്യൂബോൺ അമ്മമാരെക്കുറിച്ച്, ഈ ഒരു മെറ്റേണിറ്റിയിലൂടെ കടന്നു പോകുന്നവരെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചു. ഇനി അറിയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു ന്യൂബോൺ ബേബിക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ള, അല്ലെങ്കിൽ ഇപ്പം വളരെ കോമൺ ആയിട്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ടാവും, അല്ലെങ്കിൽ റെയർ ആയിട്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ടാകും. സോ അങ്ങനെ കോമൺ ആയിട്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പം പലപ്പോഴും ടെൻഷൻ വരുമായിരിക്കും. ഓക്കെ, ഈ ഒരു മഞ്ഞ കളർ കാണുന്നു, അല്ലെങ്കിൽ ബേബി കരയുന്നില്ല, അല്ലെങ്കിൽ ഒരു പനിയുടേതായിട്ടുള്ള ഒരു ലക്ഷണമാണോ, അങ്ങനെ കുറേ സിംറ്റംസ് ഒക്കെ കാണിക്കുമ്പോൾ നമുക്ക് കൺഫ്യൂഷനാണ്. സോ ഉണ്ടാവാൻ സാധ്യതയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതൊന്ന് പറയാമോ? ഇപ്പോൾ ഒരു ന്യൂ ബോൺ ബേബി ഡിസ്ചാർജ് ചെയ്ത് കഴിയുന്ന, അതായത് ഒരു നോർമലായിട്ടുള്ളൊരു മാസം തികഞ്ഞുള്ളൊരു ബേബി ആണെങ്കിൽ, സോ അപ്പോൾ അവർക്ക് ഇപ്പോൾ ഒരു ബ്രീത്തിങ് ഡിഫിക്കൽറ്റി, അതൊരു ട്രാൻസിയൻറ്റ് ടാക്കിപ്നിയ എന്ന് പറഞ്ഞൊരു സിറ്റുവേഷൻ, എസ്പെഷ്യലി സിസേറിയൻ കഴിഞ്ഞിട്ടുള്ളൊരു ബേബി ആണെങ്കിൽ ഒരു ചെറിയൊരു ശ്വാസം മുട്ടലും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷേ അത് നോർമലി ഒരു 6 hours to 24 hours തന്നെ സെറ്റിൽഡ് ആവും. അത് എല്ലാ ബേബീസിനും ഉണ്ടാവണമെന്നല്ല, ഒരു 20 to 30% ആയിട്ടുള്ളൊരു ബേബീസ്, നോർമൽ ന്യൂ ബോൺ ബേബീസിൽ വരാം. അതൊരു ബെനൈനായിട്ടുള്ളൊരു അവസ്ഥയാണ്. തന്നെ ഈവൻ ഒരു വലിയ ഓക്സിജൻ സപ്പോർട്ട് ഇല്ലാതെ തന്നെ മാറുന്നൊരവസ്ഥയാണ്. പിന്നെ എപ്പോഴും ഉണ്ടാകുന്ന ന്യൂ ബോൺ ബേബീസിന്, മദേഴ്സിന് ഉണ്ടാകുന്ന ഒരു കൺഫ്യൂഷനാണ് കുഞ്ഞിനുണ്ടാകുന്ന മഞ്ഞ നിറം. അതായത് വെയിൽ കൊള്ളിക്കണോ, അതായത് നമ്മൾ ഡിസ്ചാർജ് കഴിഞ്ഞാൽ എത്ര നേരം വെയിൽ കൊള്ളിക്കണം എന്നുള്ള കാര്യമാണ്. സോ ന്യൂ ബോൺ ബേബീസിൻ്റെ ഒരു ലിവറിൻ്റെ ഒരു മെച്യൂരിറ്റി, അഡൽട്ട് ലിവറിൻ്റെ മെച്യൂരിറ്റി ആയിരിക്കില്ല. സോ അതുകൊണ്ട് തന്നെ ഈ ബിലിറൂബിൻ എന്ന ധാതു മെറ്റബോളൈസ് ചെയ്യാനായിട്ടുള്ള ആ ഒരു ലിവർ കപ്പാസിറ്റി ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ എപ്പോഴും ഒരു ന്യൂ ബോൺ ബേബിയുടെ ബിലിറൂബിൻ ഒരു ബിറ്റ്വീൻ 10 and 15 ആയിരിക്കും. അഡൽട്ട് ലെവൽ 1 താഴെ നിൽക്കുമ്പോൾ ന്യൂ ബോൺ ബേബീസിൻ്റെ ലെവൽ ബിറ്റ്വീൻ ഒരു 10 and 15 ആയിരിക്കും. അപ്പോൾ ഒരു 15 milligram എബോവ് ഈ ബിലിറൂബിൻ പോകുമ്പോഴാണ് നമ്മളത് ട്രീറ്റ്മെൻറ്റ് ആവശ്യമുള്ളത്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഈ മദേഴ്സ് ആസ് വെൽ ആസ് ഗ്രാൻഡ് പേരൻസ് അറിയേണ്ടത്, ഈ ട്രീറ്റ്മെൻറ്റ് വേണ്ട മഞ്ഞ നിറമാണെങ്കിൽ നമ്മൾ വെയിൽ കൊള്ളിച്ചുകൊണ്ട് അതിനൊരു ഡിഫറൻസ് വരില്ല. സോ അതാണ് നിയോനറ്റൽ ജോണ്ടിസ് അഥവാ മഞ്ഞ നിറത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻസ്. പിന്നെ ഫീവർ, അതായത് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ന്യൂ ബോൺ ബേബീസിലൊരു ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ ഫീവറായിട്ട് യൂഷ്വലി അങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യാറില്ല. യൂഷ്വലി ടെമ്പറേച്ചർ കുറഞ്ഞു പോകുന്നൊരവസ്ഥ, ഹൈപ്പോതെർമിയ എന്നുള്ള രീതിയിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ ഒരു ന്യൂ ബോൺ ബേബി ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞിട്ടും മദർ ഫീവറായിട്ട് പറയുകയാണെങ്കിൽ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ബേബി ഒരുപാട് ഡ്രസ്സ് വെച്ച് കവേർഡ് ആണോ എന്നുള്ളതാണ്. ഒരുപാട് ഡ്രസ്സ് വെച്ച് കവേർഡ് ആണെങ്കിലും നമ്മുടെ സറൗണ്ടിങ് ടെമ്പറേച്ചർ കൂടുതലാണെങ്കിൽ ബേബിയുടെ ടെമ്പറേച്ചറും കൂടും. സോ നമ്മൾ അഡ്വൈസ് ചെയ്യുന്നത് ഫീവർ തോന്നുകയാണെങ്കിൽ ഒരു 10 minutes ഡ്രസ്സെല്ലാം ഒന്ന് മാറ്റി വീണ്ടും ടെമ്പറേച്ചർ ഒന്ന് നോക്കുക. അപ്പോഴും ഒരു 37.5 degrees Celsius എബോവ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരാൻ പറയും. സോ ഇതാണ് ഒരു മാസം തികഞ്ഞുള്ള ഉണ്ടാകുന്ന ബേബീസിനുണ്ടാകുന്ന ഒരു മേജർ കൺസേൺ. പിന്നെയുള്ളത് ഫീഡിങ് ഇഷ്യൂസാണ്. ഫീഡിങ് ഇഷ്യൂസ് ഞാനിപ്പോൾ പറഞ്ഞ പോലെ ആദ്യത്തെ ഒരു 2 weeks ഡെഫിനറ്റ്ലി മദറിൻ്റെ മിൽക്ക് ഔട്ട്പുട്ട് കുറവായിരിക്കും. സോ അത് കഴിയുമ്പോഴേക്കും ഡെഫിനറ്റ്ലി ദേ വിൽ ബി ഹാവിങ് പ്രോപ്പർ മിൽക്ക് ഔട്ട്പുട്ട് ആൻഡ് ദേ ഷുഡ് കണ്ടിന്യൂ ഫീഡിങ് ഓൺ ഡിമാൻഡ്. സോ ഇത് ടേം ബേബീസിലാണ്. ഇപ്പോൾ ഒരു പ്രീ ടേം ബേബീസിൽ ഈ പറഞ്ഞ പോലെ ഒരുപാട് കോംപ്ലിക്കേഷൻസ് ടേം ബേബീസിലെ പോലെ ആയിരിക്കില്ല. ഈ എല്ലാ ഓർഗൻസിൻ്റെ ഇമ്മാച്യൂരിറ്റി ഉണ്ട്. ഇപ്പോൾ ഒരു ശ്വാസകോശം പൂർണ്ണമായി വികസിക്കാത്തതുകൊണ്ട് അവർ ചിലപ്പോൾ പ്രൊലോങ്ഡ് ആയിട്ട് വെന്റിലേറ്ററിൻ്റെ സപ്പോർട്ട് വേണ്ടി വരും. ഇപ്പോൾ തലച്ചോറിലെ ഞരമ്പുകൾ മെച്യൂർ ആകാത്തതുകൊണ്ട് തന്നെ അവർക്ക് തലച്ചോറിൽ ബ്ലീഡിങ്. പിന്നെ ഒരു കോംപ്ലിക്കേഷൻ, ഈ മാസം തികയാണ്ടാകുന്ന ബേബീസിൽ അവർ ഒരു നമ്മുടെ മറ്റൊരു ആൾക്കാരെ പോലെ ആയിരിക്കില്ല. അവർക്കൊരു പ്രതിരോധ ശക്തി വളരെ കുറവായിരിക്കും. ചെറിയൊരു മൂക്കടപ്പിൽ തീരുന്നൊരു കാര്യം അവർക്കാകുമ്പോഴേക്കും ഒരു ബ്ലഡിൽ ഇൻഫെക്ഷൻ, ന്യൂമോണിയ, ഞാൻ ഈ പറഞ്ഞ പോലെ ബേബീസിന് നഷ്ടപ്പെടുന്നൊരവസ്ഥ വരെ വരാം. പിന്നെ ഈ മാസം തികയാത്തൊരു ബേബീസ് നമ്മൾ ഫീഡിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ ഇൻറ്റസ്റ്റൈൻസിൻ്റെ ഒരു ഇമ്മെച്യൂരിറ്റി കാരണം ഇൻറ്റസ്റ്റൈനൽ ഇൻഫെക്ഷൻ പോലുള്ള ഒരുപാട് കോംപ്ലിക്കേഷൻസ് വരാം. അതുകൊണ്ട് തന്നെ പ്രീ ടേം ബേബീസിലുണ്ടാകുന്ന ഒരു കോംപ്ലിക്കേഷൻ ഇറ്റ് വിൽ ബി ഡിഫറെൻറ്റ് ഫ്രം ദാറ്റ് ഓഫ് എ ടേം ബേബി.
ഓക്കെ, അപ്പം ഒരുപാട് പേരൻസ് ഇപ്പം കടന്നു പോകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പം ഡോക്ടർ പറഞ്ഞത്. ഇപ്പം ഫീഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടായിക്കോട്ടെ, അല്ലെങ്കിൽ ഈ മഞ്ഞ നിറം ഉണ്ടാകുന്ന ഒരു ടെൻഷൻ, ഒരു കൺഫ്യൂഷൻ, കുഞ്ഞു നിർത്താതെ കരയുമ്പോൾ എന്നാ ചെയ്യണ്ടേ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ട്. സോ അത്തരം കാര്യങ്ങൾക്കൊക്കെ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? അല്ലെങ്കിൽ ഒരു ന്യൂറോളജിസ്റ്റിനെ നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോൾ അവർ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ നമ്മൾ ഇന്നതൊക്കെയാണ് തുടങ്ങിയതൊക്കെ നമ്മൾ കേട്ടറിഞ്ഞു. ഇനിയും ഒരുപാട് കാര്യങ്ങൾ നവജാത ശിശുക്കളെ കുറിച്ച് നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. അവരെ ചികിത്സിക്കുന്ന ന്യൂറോളജി ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ച് നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. കേൾക്കാം SK ജംഗ്ഷനിലൂടെ. കൂടെയുള്ളത് ജോ ആണ്. 89.6 FM സർഗക്ഷേത്ര. SK Junction. സർഗക്ഷേത്ര 89.6 FM SK ജംഗ്ഷനാണ്. കൂടെയുള്ളത് ജോ ആണ്. ഒരു ബേബി ഉണ്ടാകുന്നത് എല്ലാവർക്കും ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ്, അതുപോലെ തന്നെ ടെൻഷനുള്ള ഒരു കാര്യമാണ്. അയ്യോ, അവർക്ക് ഇന്നത് പറ്റുമോ, ഇന്ന കാര്യങ്ങൾ അവർക്ക് ഓക്കെ ആണോ, ഇന്ന തുണി അവർക്ക് ഓക്കെ ആണോ, അങ്ങനെ ഒരുപാട് ടെൻഷനുണ്ട്. ഭയങ്കര സെക്യൂർഡ് ആയിട്ടായിരിക്കും നമ്മൾ അവരെ കൊണ്ട് നടക്കുന്നതും ഒക്കെ. അപ്പം അക്കൂട്ടത്തിൽ തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്ന് കേട്ടറിഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് നമ്മുടെ ഇന്നത്തെ SK ജംഗ്ഷനിലൂടെ. കൂടെയുള്ളത് ഡോക്ടർ ലിൻസ് പോൾ, HOD ഡിപ്പാർട്ട്മെന്റ് ഓഫ് ന്യൂറോളജി ഫ്രം മിറ്ററ ഹോസ്പിറ്റൽ, തിലകം. ഡോക്ടർ, നമ്മൾ കുഞ്ഞുങ്ങളെക്കുറിച്ച്, നവജാത ശിശുക്കളെക്കുറിച്ച്, ന്യൂ ബോൺ അമ്മമാരെക്കുറിച്ച്, ഈ ഒരു മെറ്റേണിറ്റിയിലൂടെ കടന്നു പോകുന്നവരെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചു. ഇനി അറിയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ മാസം തികയാതെ ഉണ്ടാവുന്ന കുഞ്ഞുങ്ങളുണ്ട്. അപ്പം അവരെ നമ്മൾ ഹോസ്പിറ്റലിൽ നമ്മൾ പരിചരിച്ചതിനൊക്കെ ശേഷം ഇന്ന കാര്യങ്ങളാണ് ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുന്നതിന് ശേഷം നമ്മളിപ്പം വീട്ടിൽ ചെന്ന് നിങ്ങൾ ഇന്നതൊക്കെ ചെയ്യണം എന്ന് എന്തൊക്കെയായിരിക്കും ഈ ഒരു പേരൻസിനോട്, അമ്മയോട് എന്തായിരിക്കും നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് പറയുന്ന ഒരു കാര്യം എന്തൊക്കെയായിരിക്കും? ഡിസ്ചാർജ് ചെയ്ത് കഴിയുമ്പോൾ പ്രീ ടൈം ബേബീസിൽ നമ്മൾ എസ്പെഷ്യലി പേരൻസിനോട് ആസ് വെൽ ആസ് ഗ്രാൻഡ് പേരൻസിനോട് കൊടുക്കുന്ന കുറച്ച് അഡ്വൈസസ് ഉണ്ട്. ഒന്ന്, ഇവരുടെ ഫീഡിംഗ് ആണ്. എസ്പെഷ്യലി നമ്മൾ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ മോസ്റ്റ്ലി ഒരു ഹാഫ് ബ്രസ്റ്റ് ഫീഡ്സ് അല്ലെങ്കിൽ ഹാഫ് സ്പൂൺ ഫീഡ്സിലായിരിക്കും ഇങ്ങനൊരു പ്രീ ടൈം ഗ്രൂപ്പിനെ നമ്മൾ ഡിസ്ചാർജ് ചെയ്യുന്നത്. മോസ്റ്റ്ലി നമ്മൾ പ്രീ ടൈംസിനെ ഒരു 34 വീക്സും 1.5 kg ആകുമ്പോഴാണ് ഡിസ്ചാർജ് ചെയ്യുന്നത്. സോ 1.5 kg ഡിസ്ചാർജ് ചെയ്താലും ഒരു ടിൽ 2.5 kg ദേ ആർ റിയലി റിസ്ക് പ്രോൺ, ഈവൻ വീട്ടിൽ പോയാൽ പോലും. സോ നമ്മൾ ആദ്യം അവരുടെ ഒരു ഫീഡിങ് എപ്പോഴും പ്രോപ്പർ ആയിരിക്കണമെന്നാണ് അവരോട് പറയുന്നത്. അപ്പോൾ ഒരു 2 hours ഗ്യാപ്പിൽ ഒരു ഇത്ര എമൗണ്ട് ഓഫ് ഫീഡ് നമുക്ക് ബേബീസിന് കിട്ടണം എന്നുള്ള ഒരു കാര്യമാണ് നമ്മൾ അവരോട് ഫസ്റ്റ് നമ്മൾ പറയുന്നത്. സോ വൺ ഈസ് ഫീഡിങ്. പിന്നെ ഇങ്ങനെയുള്ള പ്രീ ടൈം ബേബീസിൽ കുറച്ച് സപ്ലിമെൻറ്റ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടായിരിക്കും ഡിസ്ചാർജ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സപ്ലിമെൻറ്റ്സും പ്രോപ്പറായിട്ട് കൊടുക്കണം എന്നുള്ളതും വിൽ ട്രൈ ആൻഡ് എൻഷുർ. സെക്കൻഡ് തിങ് ഈസ് പ്രീ ടൈംസിന് ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞിട്ട് 1.5 kg to 2.5 kg ആ ഒരു റേഞ്ചിൽ വരുന്ന ഏറ്റവും വലിയ 2 കോംപ്ലിക്കേഷൻസ്, ഒന്ന് ഹൈപ്പോതെർമിയ, ടെമ്പറേച്ചർ താഴ്ന്നു പോകുന്ന അവസ്ഥ, മറ്റൊന്ന് ഇൻഫെക്ഷൻ. സോ അതുകൊണ്ട് തന്നെ ഈ ടെമ്പറേച്ചർ മെയിൻ്റനൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വീട്ടിൽ പോയാൽ. അപ്പോൾ എപ്പോഴും ഒരു വീട്ടിലെ ഒരു ആംബിയൻ ടെമ്പറേച്ചർ ഒരു 27 to 28 degree Celsius മെയിൻറ്റെയിൻ ചെയ്യാൻ പറയും. പിന്നെ എപ്പോഴും റൂംസ് വെന്റിലേറ്റഡ് ആയിരിക്കണം. ഒരു ക്ലോസ് റൂംസ് ആയിരിക്കരുത്, ഡെഫിനറ്റ്ലി വെന്റിലേഷൻ ഉള്ള റൂംസ് ആയിരിക്കണം. പിന്നെ മൂന്നാമത്തെ കാര്യം, ഇവരെ കവർ ചെയ്യുമ്പോൾ എപ്പോഴും ഒരു മിനിമം ഒരു 2 ലെയറുള്ള ഡ്രസ്സിൽ കവർ ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ്. അതായത് കംപ്ലീറ്റ്ലി ഒരിക്കലും ഒന്നും ഡ്രസ്സില്ലാതെ ഒരിക്കലും കിടത്തരുത്. സോ ദീസ് ആർ സം ഓഫ് ദ മെഷേഴ്സ് നമ്മൾ ഹൈപ്പോതെർമിയ അവോയ്ഡ് ചെയ്യാനായിട്ട് നമ്മൾ ടേക്ക് കെയർ ചെയ്യുന്നത്. സെക്കൻഡ് തിങ് ഈസ് ഇൻഫെക്ഷൻ. നമ്മളിപ്പോൾ ഇങ്ങനെയുള്ള പ്രീ ടൈം ബേബീസ് ഡിസ്ചാർജ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ പേരൻസിനോടും ഗ്രാൻഡ് പേരൻസിനോടും പറയുന്നത് എപ്പോഴും ബേബീസിനെ ഹാൻഡിൽ ചെയ്യുമ്പോൾ കഴിയുമെങ്കിൽ മാസ്ക് വെച്ച് നമ്മൾ ഹാൻഡ് വാഷ് ചെയ്തിട്ട് വേണം, ഹാൻഡ് റബ്ബും അല്ലെ ഹാൻഡ് സാനിറ്റൈസർ യൂസ് ചെയ്തിട്ട് വേണം ബേബീനെ നമ്മൾ ഹാൻഡിൽ ചെയ്യാനും. ഈവൻ ഒരു ഡയപ്പർ മാറ്റാൻ പോലും നമ്മളത് അങ്ങനെ യൂസ് ചെയ്താണ് വിടുന്നത്. സെക്കൻഡ് തിങ് ഈസ് ഇങ്ങനെയുള്ള പ്രീ ടൈം ബേബീസിൽ ഡിസ്ചാർജ് ചെയ്യുന്ന പോകുന്ന ആ വീട്ടിലേക്ക് ഒരുപാട് വിസിറ്റേഴ്സിനെ അവോയ്ഡ് ചെയ്യുക. അതായത് ഓവർ ക്രൗഡിങ് അവോയ്ഡ് ചെയ്യുക. പ്രീ ടൈം ബേബിക്ക് ടേക്ക് കെയർ ചെയ്യുന്ന ആ ഒരു 2 അല്ലെങ്കിൽ 3 ആൾക്കാർ സ്ഥിരമായിട്ട് അവരുടെ കൂടെ ഉണ്ടാകുക. ഒരുപാട് വിസിറ്റേഴ്സിനെ അവോയ്ഡ് ചെയ്യുക ടിൽ വെയിറ്റ് ഓഫ് അറൗണ്ട് 2.5 kg. പിന്നെ നമുക്ക് ഈ പ്രീ ടൈം ബേബീസിൽ കുറേ ഫോളോ അപ്പ് ടെസ്റ്റുകളുണ്ട്. അതായത് കുഞ്ഞിൻ്റെ ഹീമോഗ്ലോബിൻ ലെവല്, കുഞ്ഞിൻ്റെ വൈറ്റമിൻ ഡി, കാൽഷ്യം ലെവൽസ്, ഇതൊക്കെ നമുക്കൊന്ന് മോണിറ്റർ ചെയ്യേണ്ടത്. അപ്പോൾ ഒരു 4 വീക്സിൽ ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ബേബീസിനെ 4 വീക്സിലൊന്ന് ഫോളോ അപ്പിൽ വിളിക്കുക. അപ്പോൾ ഈ കാര്യങ്ങൾ ചെയ്യും. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ പ്രീ ടൈം ബേബീസിൻ്റെ ഫോളോ അപ്പിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 കാര്യങ്ങൾ, ഒന്ന് കണ്ണിൻ്റെ ഫോളോ അപ്പാണ്. ROP, റെറ്റിനോപ്പതി ഓഫ് പ്രീമച്യൂരിറ്റി എന്ന് പറഞ്ഞൊരു അവസ്ഥ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ച് അത് പ്രോപ്പറായിട്ട് മോണിറ്റർ ചെയ്യുക എന്നുള്ളതാണ്. 2, ഹിയറിങ്. ബേബീസിനെ പ്രീ ടൈം ബേബീസിന് എപ്പോഴും ഒരു ഹിയറിങ് ഇമ്പയർമെൻറ്റ് റിസ്ക് ഉണ്ട്. അപ്പോൾ അവർ പ്രോപ്പറായിട്ട് ഹിയറിങ് ഫോളോ അപ്പും നടത്തുക. ഇനി ഹിയറിങ് ഇമ്പയർമെൻറ്റോ അല്ലെങ്കിൽ വിഷൻ ഇമ്പയർമെൻറ്റോ ഉണ്ടെങ്കിൽ ടൈംലി ആയിട്ട് നമ്മൾ അവർക്ക് ട്രീറ്റ്മെൻറ്റും പ്രൊവൈഡ് ചെയ്യുക. പിന്നെ ഉള്ളത് ന്യൂറോ ഡെവലപ്മെൻറ്റൽ ഫോളോ അപ്പ്. അതായത് ഈ പ്രീ ടൈം ബേബീസിൽ മാസം തികഞ്ഞുള്ള ബേബിയെ പോലെ ഒരു ന്യൂറോളജിക്കൽ മെച്യൂരിറ്റി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയുന്നത് നമ്മൾ അവരുടെ ഡെവലപ്മെൻറ്റ് അസസ് ചെയ്യുമ്പോഴാണ്. ഇപ്പോൾ ഒരു സാധാരണഗതിയിലൊരു 3 മാസം ആകുമ്പോൾ ഒരു ബേബി നെക്ക് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ പ്രീ ടൈം ബേബീസ്
എപ്പോഴാണ് നെക്ക് ഹോൾഡ് ചെയ്യുന്നതെന്നൊക്കെ ഉള്ള ഒരു ഡിഫറൻസ് ഉണ്ടാവും ഡെഫിനറ്റ്ലി. അപ്പോൾ അത് ആ ഒരു പ്രോപ്പർലി സ്ട്രക്ചേർഡ് ആയിട്ട് നമ്മൾ അവരുടെ ഡെവലപ്മെൻറ്റും ഫോളോ അപ്പിൽ അസസ് ചെയ്യണം. ഇത്രയും കാര്യങ്ങളാണ് ബ്രീഫായിട്ട് പറയുകയാണെങ്കിൽ പ്രീ ടൈം ബേബീസിൽ നമ്മൾ അസസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം പ്രീ ടൈം ബേബീസിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, അവരെ ഫോളോ അപ്പ് ചെയ്യേണ്ട കാര്യങ്ങൾ ഡോക്ടർ പറഞ്ഞു. അപ്പം പൊതുവായി എനിക്കൊന്ന് കാലാകാലങ്ങളായിട്ട് ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് ഇപ്പം ഈ ഡയപ്പേഴ്സ്, അവർക്ക് കൊടുക്കേണ്ട ഫുഡ് ഐറ്റംസിനെ കുറിച്ച്. ഇപ്പം ഡയപ്പേഴ്സ് നോക്കുകയാണെങ്കിൽ ചിലവർ പറയുന്നു അതവർക്ക് ഹെൽത്തിന് നല്ലതല്ല, ഇറ്റ്സ് നോട്ട് ഗുഡ് ഫോർ ഹെൽത്ത് എന്ന് പറയുന്നുണ്ട്. കാരണം പലപ്പോഴും ഈ ഒരു ഇച്ചിങ് അല്ലെങ്കിൽ സ്കിൻ ഡിസീസൊക്കെ ഉണ്ടാവാൻ അത് ലീഡ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഫുഡിൻ്റെ കാര്യത്തിലാണെങ്കിലും കുഞ്ഞുങ്ങൾക്ക് ഇന്ന ഫുഡ് കൊടുക്കാനായിട്ട് പാടുള്ളൂ, അല്ലെങ്കിൽ എന്താ നമുക്ക് മിൽക്ക് തന്നെ കൊടുക്കണം, അമ്മയുടെ പാല് തന്നെ കൊടുക്കണം എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പം ആ ഈ രണ്ട് തമ്മിലുള്ള ഒരു കോൺട്രവേഴ്സീസ് നമ്മൾ കാണുന്നുണ്ട്. സോ ഡോക്ടറിന് എന്താണ് അതിനെക്കുറിച്ച് പറയാനായിട്ടുള്ളത്? ഡയപ്പർ യൂസേജ് ഡെഫിനറ്റ്ലി ഇപ്പോൾ ഈ പറഞ്ഞ പോലെ എല്ലാ മദേഴ്സും ചോദിക്കുന്നതാണ്, ക്ലോത്ത് ഡയപ്പർ വേണോ അതല്ലെങ്കിൽ നമ്മൾ നോർമൽ ഡയപ്പർ ആണോ. സോ ഡെഫിനറ്റ്ലി യൂസ് ചെയ്യാം. അതിനകത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഡയപ്പർ ഇടുന്നതിന് മുമ്പ് ആ ഏരിയ എപ്പോഴും ഒന്ന് വാഷ് ചെയ്യുക, എന്നിട്ടത് കഴിയുമെങ്കിൽ ഒപ്പി ഡ്രൈ ആക്കുക. ഡ്രൈ ആയി എന്ന് എൻഷുർ ചെയ്തിട്ട് മാത്രം ഡയപ്പർ ഇടുക. പിന്നെ അത് മാത്രമല്ല, വൺസ് ഇട്ട ഒരു ഡയപ്പർ പ്രിഫറബിളി ഒരു 3 to 4 hours കൂടുമ്പോൾ ചേഞ്ച് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഡയപ്പർ റിലേറ്റഡ് ആയിട്ടുള്ള കോംപ്ലിക്കേഷൻസ് ഒരു പരിധി വരെ നമുക്ക് അവോയ്ഡ് ചെയ്യാം. പിന്നെ രണ്ടാമത്തെ കാര്യം ഈ ഫീഡിങ്ങിനെ പറ്റിയാണ്. കഴിയുമെങ്കിൽ എല്ലാ മദേഴ്സ്, എസ്പെഷ്യലി ന്യൂ ബോൺ മദേഴ്സ് ബ്രസ്റ്റ് ഫീഡ് ചെയ്യാൻ തന്നെ ശ്രമിക്കുക. അതായത് ഇപ്പം നമ്മളിപ്പോൾ പല മദേഴ്സും ഇനീഷ്യലി ബ്രസ്റ്റ് മിൽക്ക് ഇല്ല എന്നുള്ളൊരു കംപ്ലയിൻ്റ് ഉണ്ട്. ആദ്യത്തെ ഒരു അല്ലെങ്കിൽ സെക്കൻഡ് ഡേ അല്ലെങ്കിൽ ഒരു തേർഡ് ഡേ തന്നെ കംപ്ലീറ്റ്ലി ഫോർമുല ഡിപ്പെൻഡൻ്റ് ആവും. പിന്നെ അവർക്കൊട്ട് ബ്രസ്റ്റ് മിൽക്ക് ആവത്തുമില്ല. സോ ബേബീസ് വിൽ ബി കംപ്ലീറ്റ്ലി ഫോർമുല ഫെഡ്. സോ ഇപ്പോൾ ഫോർമുല ഫെഡ് ബേബീസിൽ ഒരുപാട് കോംപ്ലിക്കേഷൻസും ഒരുപാട് ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, അവർക്ക് ഈ നോവിൻ്റെ, അതായത് ഇൻഫൻറ്റൈൽ കോളിക് എന്ന് പറഞ്ഞൊരു അവസ്ഥയാണ് ആദ്യത്തെ ഒരു 3 months. അത് എപ്പോഴും ഫോർമുല ഫെഡ് ബേബീസിൽ ഭയങ്കര കൂടുതലായിരിക്കും. സോ എസ്പെഷ്യലി നൈറ്റ് ടൈമിൽ ഇങ്ങനെയുള്ള ബേബീസ് എസ്പെഷ്യലി ഭയങ്കരമായിട്ട് ഇറിറ്റബിളും ഭയങ്കരമായിട്ട് ക്രാങ്കി ആവും. സോ അത് മദേഴ്സ് ഫേസ് ചെയ്യുന്നൊരു മേജർ കൺസേൺ ആണ്, എസ്പെഷ്യലി ഫോർമുല ഫെഡ് ബേബീസ് ആണെങ്കിൽ. പിന്നെ ഫോർമുല ഫെഡ് ബേബീസ് കമ്പയർഡ് ടു നോർമൽ ബ്രസ്റ്റ് ഫെഡ് ബേബീസിൽ എപ്പോഴും അവരുടെ തൂക്കം കണ്ടമാനം ക്രമാതീതമായി കൂടും. സോ അതുകൊണ്ട് തന്നെ മുന്നോട്ട് ഒരു അഡൽട്ട്ഹുഡ് ഓൺസെറ്റ് ഡിസീസ് എല്ലാം ഇവർക്ക് ഇച്ചിരി നേരത്തെ വരും. അതായത് ഒരു 50 to 60 years വരുന്ന ഒരു അഡൽട്ട്ഹുഡ് ഓൺസെറ്റ് ഡിസീസസ് അവർക്കൊരു 30 to 40 വരും, എസ്പെഷ്യലി ഫോർമുല ഫെഡ് ബേബീസിൽ. ഇത് സ്റ്റഡീസിൽ പ്രൂവൺ ആണ്. സോ അതുകൊണ്ടാണ് നമ്മൾ എസ്പെഷ്യലി കഴിയുമെങ്കിൽ എല്ലാ മദേഴ്സും ബ്രസ്റ്റ് ഫീഡ് ചെയ്യാൻ തന്നെ നമ്മൾ നിർബന്ധിക്കുന്നത്. ഓക്കെ ഡോക്ടർ, അപ്പോൾ എന്തായാലും ഒരു ക്ലിയർ കട്ട് ആൻസർ ഡോക്ടർ ദൈവം നമ്മളോട് പറഞ്ഞു. ഇതുപോലെ ഇനിയിപ്പം ന്യൂ ബോൺ ബേബീസിനെ കുറിച്ചും നമ്മുടെ അമ്മമാരെ കുറിച്ചും ഒക്കെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഇനിയും അറിയേണ്ടതായിട്ടുണ്ട്. അതൊക്കെ കേൾക്കാം സർഗക്ഷേത്ര 89.6 FM SK ജംഗ്ഷനിലൂടെ. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. SK Junction. വെൽക്കം ബാക്ക് ടു SK ജംഗ്ഷൻ ഓൺ സർഗക്ഷേത്ര 89.6 FM. കൂടെയുള്ളത് ജോ ആണ്. നമ്മുടെ കൂടെ ഇന്നുള്ള സ്പെഷ്യൽ ഗസ്റ്റ് ഡോക്ടർ അലീൻസ് പോൾ, HOD ഡിപ്പാർട്ട്മെന്റ് ഓഫ് ന്യൂറോളജി ഫ്രം മിറ്റര ഹോസ്പിറ്റൽ, തിലകം. ഡോക്ടർ, നമ്മൾ ഈ നവജാത ശിശുക്കളെ കുറിച്ച് പുതിയ അമ്മ, അച്ഛൻ ഈ ഒരു ടേമിലേക്കൊക്കെ വരികയാണ്. ഒരു പുതിയ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുവാണ്. നമ്മൾ പലപ്പോഴും സ്റ്റോറീസിലാണെങ്കിലും സ്റ്റേറ്റസിലാണെങ്കിലും കാണുന്ന ഒരു കാര്യമാണ് ന്യൂ ചാപ്റ്റർ ബിഗിൻസ് എന്നൊക്കെ പറഞ്ഞുള്ളൊരു ക്യാപ്ഷനിൽ. സോ ഇതൊരു പുതിയ ചാപ്റ്ററാണ്. അവിടെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനായിട്ടുണ്ട്. ചിലത് നമ്മൾ ഒന്ന് മുന്നമേ നമ്മളൊന്ന് റെഫർ ചെയ്യും. ഓക്കെ, ഇന്ന കാര്യങ്ങൾ ചിലപ്പം വായനയിലൂടെ ആയിരിക്കും, അല്ലെങ്കിൽ ഡോക്ടേഴ്സ് പറഞ്ഞു തന്നായിരിക്കും, അല്ലെങ്കിൽ ഇതിന് മുന്നേ എക്സ്പീരിയൻസ് ഉള്ളവർ പറഞ്ഞു തന്നായിരിക്കും. ഇത് നമ്മൾ പിന്നീട് എക്സ്പീരിയൻസ് ചെയ്ത് തുടങ്ങുമ്പോഴായിരിക്കും നമ്മൾ പലതും ഇങ്ങനെയുണ്ട്, ഇങ്ങനെയും ഉണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത്. സോ ഈ പുതിയ അച്ഛൻ, പുതിയ അമ്മ, ഇവരോട് എന്താണ് ഡോക്ടറിന് പറയാനായിട്ടുള്ളത്? അതുപോലെ തന്നെ മിറ്റര ഹോസ്പിറ്റലിലേക്ക് വരുമ്പോൾ നമ്മുടെ ഈ പുതിയ മാതാപിതാക്കൾക്ക് എന്ത് തരത്തിലുള്ള ഒരു സ്ട്രെങ്തനാണ് നിങ്ങൾ കൊടുക്കുന്നത്? ഇപ്പം ഫിസിക്കലി ആൻഡ് മെൻ്റലി എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്? എങ്ങനെയാണ് ഇപ്പോൾ ഒരു ഡെലിവറിക്ക് വരുന്ന, ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ എപ്പോഴും ഒരു മദർ വരുമ്പോൾ എപ്പോഴും ഒരു സ്ട്രെസ്ഡ് മൈൻഡോടുകൂടി ആയിരിക്കും ഡെലിവറിക്ക് വരുന്നത്. സോ ഇപ്പോൾ എൻ്റെ ഡെലിവറി ടൈമിൽ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് വരുമോ, അല്ലെങ്കിൽ എൻ്റെ ബേബിക്ക് എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് വരുമോ. സോ അപ്പോൾ ആദ്യം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നമ്മൾ മദറിന് ഒരു പ്രോപ്പറായിട്ടുള്ളൊരു സപ്പോർട്ട് കൊടുക്കുക. നമ്മളിപ്പോൾ ഒരു ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്ന ഒരു ഡോക്ടർ എപ്പോഴും ആ ഒരു മെഡിസിൻസ് അല്ലെങ്കിൽ ആ ഒരു ഡിസീസ് കണ്ടീഷനെ മാത്രമേ അഡ്രസ്സ് ചെയ്യുള്ളൂ. സോ ഡെഫിനറ്റ്ലി പറഞ്ഞ പോലെ ഒരു മെൻ്റൽ സപ്പോർട്ട് ആണ് ഒരു മദറിന് ഏറ്റവും ആവശ്യം. അത് എനിക്ക് തോന്നുന്നത് നമ്മുടെ ഹോസ്പിറ്റലിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഡോക്ടേഴ്സ് അഡ്രസ്സ് ചെയ്യാത്ത പല കാര്യങ്ങളും നമ്മുടെ സ്റ്റാഫ്സ് അല്ലെങ്കിൽ നഴ്സസ് ആണ് അഡ്രസ്സ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇമോഷണലി ആൻഡ് മെൻ്റലി എനിക്ക് തോന്നുന്ന മദേഴ്സ് കൂടുതലും ഡോക്ടേഴ്സിനേക്കാൾ കൂടുതൽ സ്റ്റാഫ്സിനോടാണ്. ഇപ്പോൾ പേഴ്സണലി എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഇപ്പം ന്യൂനറ്റൽ ICUലുള്ള ഡോക്ടർ എന്നുള്ളതിൽ എന്നെക്കാട്ടിൽ കൂടുതൽ പല മദേഴ്സ് ആസ് വെൽ ആസ് ഗ്രാൻഡ് പേരൻറ്റ്സ് മോർ ക്ലോസ്ലി റിലേറ്റഡ് ടു മൈ സ്റ്റാഫ്സ്.
അവരുടെ ഇൻഫാക്റ്റ് പലരും ഈവൻ അവരുടെ ടേക്ക് കെയർ ചെയ്ത സ്റ്റാഫ്സിൻ്റെ പേര് പോലും അറിയാം. എനിക്ക് പല ഹോസ്പിറ്റലും അത്രയും ഒരു ബോണ്ടിങ് ഉണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്, ഒരു മദറും ആസ് വെൽ ആസ് ഗ്രാൻഡ് പേരൻസും തമ്മിൽ. സോ എനിക്ക് തോന്നുന്ന ഒരു മെൻ്റൽ സപ്പോർട്ട് ഫോർ ദ മദർ ഈസ് സംതിങ് വെരി ഇമ്പോർട്ടൻറ്റ് ഡ്യൂറിങ് എ ഡെലിവറി. അതിപ്പോൾ എല്ലാ രീതിയിലും ഇപ്പം ഒരു ഡെലിവറി ടൈമിൽ ഒരു ഹസ്ബൻഡിൻ്റെ പ്രസൻസ് അല്ലെങ്കിൽ ഒരു ഫാമിലി റിലേറ്റീവിൻ്റെ പ്രസൻസ് ഇറ്റ് മേക്സ് എ ലോട്ട് ഓഫ് ഡിഫറൻസ്. ഇപ്പോൾ ഒരു അസുഖം ഉള്ള ഒരാൾക്ക് പോലും ചിലപ്പം ഒരു റീസണബിളി റാപ്പിഡ് റിക്കവറിക്ക് അത് ചിലപ്പം ഹെൽപ്പ് ചെയ്യും. സോ അതുകൊണ്ട് തന്നെ ഒരു നമ്മുടെ ഹോസ്പിറ്റലിൽ എനിക്ക് ഒരു ആസ് എ ഡോക്ടർ എനിക്ക് ഏറ്റവും ഫീൽ ചെയ്തത് ഈ ഒരു മെൻ്റൽ സപ്പോർട്ട് ഫോർ ദ മദർ ആസ് വെൽ ആസ് ഫോർ ദ ഫാമിലി. അത് ഞാനിപ്പോൾ ഒരു പേഴ്സണലി എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാനിപ്പോൾ നിയോനറ്റോളജി കരിയർ ചൂസ് ചെയ്തിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു നിയറിങ് 10 years. സോ അപ്പോൾ പല ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തതിൽ നമ്മുടെ മെറ്റീരിയൽ എനിക്ക് ഫീൽ ചെയ്ത് ഈ ഒരു കാര്യമാണ്. അതായത് നമ്മൾ ഡോക്ടേഴ്സിൻ്റെ ഒരു എന്താ പറയുക ഒരു കേപ്പബിലിറ്റിയേക്കാളും ഒരു സ്റ്റാഫ്സിനുള്ള ആ ഒരു ഇമോഷണൽ ബോണ്ടിങ് ടു ദ പേരൻസ് ഇറ്റ് ഈസ് വെരി മച്ച് ഡിഫറെൻറ്റ് കമ്പയർഡ് ടു അതർ ഹോസ്പിറ്റൽ. പിന്നെ ഒരു ന്യൂ ബോൺ അഡ്വൈസ് ആയിട്ട് ഇപ്പോൾ എനിക്കങ്ങനെ എന്താ പറയുക സ്പെഷ്യൽ അഡ്വൈസ് ആയിട്ടൊന്നുമില്ല. ബട്ട് എസ്പെഷ്യലി എപ്പോഴും ഒരു പേരൻറ്ഹുഡ് എപ്പോഴും ഒരു ഫസ്റ്റ് ടൈമർ എന്നുള്ള രീതിയിൽ എപ്പോഴും അതിൽ ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ്. സോ ഇപ്പോൾ നമുക്ക് ഹോസ്പിറ്റലിൽ വരുമ്പോൾ അവരോട് എനിക്ക് അഡ്വൈസ് ചെയ്യാനുള്ളത് എപ്പോഴും ഒരു കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് മൂവ് ചെയ്യുക. അതായത് ഒരുപാട് സ്ട്രെസ്ഡ് ആവരുത്, ടെൻഷനിലാവരുത്. സോ നോർമലി ഒരു ഡെലിവറിയിൽ വരാൻ ഇപ്പോൾ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടായാൽ വി വിൽ ടാക്ട്ഫുള്ളി മാനേജ് ഇറ്റ്. അത് ആ ഒരു ടൈമിൽ ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യും. ഡെഫിനറ്റ്ലി നമ്മളത് ടാക്ട്ഫുള്ളി ഡീൽ ചെയ്ത് തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യും. സോ അതുകൊണ്ട് തന്നെ ഡോണ്ട് ഗെറ്റ് സ്ട്രെസ്ഡ്. അതായത് ഇപ്പോൾ ഒരു ന്യൂ ബോൺ പേരൻസിൻ്റെ ഒരു മെയിൻ കൺസേൺ അതാണ്, ബേബിക്ക് അല്ലെങ്കിൽ അമ്മയ്ക്ക് എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് വരുമോ, കോംപ്ലിക്കേഷൻസ് വന്നാൽ വെദർ ഇറ്റ് വിൽ ഗെറ്റ് മാനേജ്. ഇപ്പം നമ്മുടെ ഇവിടുത്തെ ഒരു ഹോസ്പിറ്റലിൽ നോട്ട് ഓൺലി ബേബി മദറിന് വരുന്ന എല്ലാ കോംപ്ലിക്കേഷൻസ് ആണെങ്കിൽ പോലും വി ആർ ലിറ്ററലി ഫിറ്റ് ടു മാനേജ് ഓൾ ദ കോംപ്ലിക്കേഷൻസ് ഫോർ ദ മദർ ഓൾസോ. സോ ദാറ്റ്സ് ഓൾ. സോ യെസ്, ഡോക്ടർ കൂടെ പറഞ്ഞൊരു കാര്യമാണ് ഡോണ്ട് ഗെറ്റ് സ്ട്രെസ്ഡ് എന്നുള്ള കാര്യം. സോ വി ആർ ഹിയർ എന്നുള്ളൊരു ഉറപ്പാണ് നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നത്. സോ എനിവേ താങ്ക് യു സോ മച്ച് ഡോക്ടർ. ഡോക്ടർ ഇപ്പോൾ പറഞ്ഞു 10 വർഷത്തോളം അതിലധികമായി ഈ ഒരു ഫീൽഡിൽ തന്നെ നിൽക്കുന്നു. സോ ഒരുപാട് കുഞ്ഞു മുഖങ്ങൾ കണ്ടിട്ടുണ്ട്, ഒരുപാട് പേരുടെ ടെൻഷൻ, അവരുടെ ഹാപ്പിനെസ് ഒക്കെ ഡോക്ടർ കണ്ടിട്ടുണ്ട്. സോ എനിവേ താങ്ക് യു സോ മച്ച് ഈ ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് ഷെയർ ചെയ്തതിനും. ആൻഡ് വൺസ് അഗെയിൻ താങ്ക് യു സോ മച്ച്. ആൻഡ് നമ്മൾ ഇന്ന് കേട്ടുകൊണ്ടിരുന്നത് ന്യൂനറ്റോളജി വിഭാഗത്തെക്കുറിച്ച്, നമ്മുടെ മിറ്റർ ഹോസ്പിറ്റൽ അത് എങ്ങനെ പ്രവർത്തിക്കുന്നു, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് തുടങ്ങിയ കാര്യങ്ങളാണ്. ഇതുപോലെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വ്യത്യസ്തമായ കാര്യങ്ങളായിട്ട് SK ജംഗ്ഷനിൽ എത്തുന്നതായിരിക്കും. എന്നാലും ഇന്നത്തെ SK ജംഗ്ഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ദിസ് ഈസ് RJ Jo signing off from SK Junction and you are listening to സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര.